ഓ പഴയ സഹന സമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും. എടോ മൂപ്പീന്നേ, വല്ലാണ്ട് വയസ്സായിപ്പോയി, വടി കുത്തിപ്പോയി താൻ. അല്ലെങ്കിലുണ്ടല്ലോ. മിസ്റ്റർ വിശ്വനാഥൻ, ഒന്ന് നിർത്തണം നിങ്ങളുടെ പ്രസംഗം. ഓ പഴയൊരു വലിയ പ്രക്ഷോഭകാരിയുടെ മകളല്ലേ, ഇടയ്ക്ക് ചിലപ്പോ ശബ്ദം ഉയരും, ശൗര്യം കൂടും ഇവൾക്ക്. അല്ലേ മാധവ്ജി? ഈ നിൽക്കുന്ന വിശ്വനാഥനെ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച്ഛൻ നിരത്തിയവനാ ശേഖരൻ. ഒരു പുരുഷായുസ് മുഴുവൻ പരിശ്രമിച്ചിട്ടൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടവനാ നിന്റെ അച്ഛൻ. എന്താ ഇനി ശേഖരനില്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ? അത് നിന്നെ പോലെ ഒരു നരന്ത് പെണ്ണിനെ കൊണ്ട്. ആർ യു സോ ഫൂളിഷ്? ആർ യു സോ ഇഡിയോട്ടിക്? വിശ്വനാഥൻ, ശേഖരന് പിന്മുറി അവകാശപ്പെടാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയിന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ദാ കണ്ടില്ലേ, ആണത്തവും തന്റെ ഇടവും നട്ടലുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ളൊരു മകളെ ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെ പോയിരിക്കുന്ന ശേഖരൻ. അത് മറക്കണ്ടതാൻ, മറക്കരുത്. സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. പോകാം, പക്ഷേ അതിനു മുമ്പ് ഓർമ്മ വെച്ചോളൂ നീ. ദാ നിന്റെ ഈ പീറ പത്രത്തില് ഇനി ഒരൊറ്റ തവണ കൂടി വിശ്വനാഥന്റെ പേര് അച്ചടിച്ചു വന്നാലുണ്ടല്ലോ, പിന്നെ ശേഖരൻ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയത് മുഴുവൻ ദാ ഈ പത്രവും നീയും അടക്കം സകലതും നിന്ന് ദഹിക്കും, നിന്ന് കത്തി ചാമ്പലാവും. ദാ കാണണോ നിനക്ക്?